friends, welcome back to my channel, your online teacher. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നാളത്തെ CA എക്സാമിലേക്ക് നമുക്ക് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് SQL വരെയാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ആയിട്ട് നമ്മൾ ചാപ്റ്റേഴ്സ് പഠിച്ചു പോയിട്ടുണ്ടാകും, ചാപ്റ്റേഴ്സ് ഇപ്പോൾ ഏകദേശം പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. ബട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ പാടുണ്ടാവില്ല. അപ്പോൾ ക്വസ്റ്റ്യൻസ് വച്ചിട്ട് എങ്ങനെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. വൺ വേർഡ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ആ പോർഷൻസ് ഒക്കെ പഠിച്ചു പോയാൽ അതിൽ നിന്ന് വൺ വേർഡ് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. C++ ടോക്കൺസ് ഏതാണ്, ഇൻപുട്ട് ഓപ്പറേറ്റർ ഏതാണെന്നൊക്കെ ഉള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് വൺ വേർഡിന് വരാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഏതാണെന്ന് ചോദിച്ചേക്കാം. അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഏതാ, പ്ലസ് ആൻഡ് ഈക്വൽ ആണ്, പ്ലസ് ഈക്വൽ ആണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് വൺ വേർഡ് ചോദിക്കാറുള്ളത്. പിന്നെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു അറയിലേക്ക് 10 നമ്പേഴ്സ് എൻ്റർ ചെയ്യാനും അതിൽ നിന്ന് സെക്കൻഡ് ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാനും ചോദിച്ചേക്കാം. പിന്നെ അതേപോലെ തന്നെ ഒരു C++ൻ്റെ ഒരു കോഡ് തന്നിട്ട് സ്വിച്ച് വെച്ചിട്ട് അത് റീറൈറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, നമുക്കൊരു കോഡ് തന്നിട്ട് അതിലേക്ക് സ്വിച്ച്, അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാട്ടോ. അതൊന്ന് നോക്കിയേക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ പ്രോഗ്രാംസ് നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയേക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ എൽസിഫ് ലാഡർ ആൻഡ് സ്വിച്ച്. സ്വിച്ചും എൽസിഫ് ലാഡറും തമ്മിലുള്ള ഡിഫറൻസ് 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. ദെൻ ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കമ്പോണൻസ് എന്താണെന്ന് മിക്ക വർഷങ്ങളും ചോദിക്കാറുണ്ട്. 2 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അത് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മോഡിഫയേഴ്സ് ഏതാണ്, ലിസ്റ്റ് ദ ടൈപ്പ് ഓഫ് മോഡിഫയേഴ്സ് 2 മാർക്കിന് ചോദിച്ചേക്കാം. അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ ബ്രേക്കും കണ്ടിന്യൂവും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം കേട്ടോ. 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്രേക്കും കണ്ടിന്യൂവും തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഒരു അറയിൽ നമ്മൾ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നത്, ഹൗ ക്യാൻ വി ഇനീഷ്യലൈസ് ആൻ ഇൻറ്റീജർ അറേ, അതൊരു എക്സാമ്പിളോട് കൂടിയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതെന്തായാലും പഠിക്കണം. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. എങ്ങനെയാണ് നമ്മൾ ആ അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ അതിലേക്ക് വാല്യൂ കൊടുക്കും. അതാണ് ഇനീഷ്യലൈസേഷൻ. ഇൻഡ് എ എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൊടുക്കുന്നതിനെയാണ് അറേ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഇൻഡ് മാർക്ക് കണ്ടോ, ആ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ആ മാർക്കിലേക്ക് വരേണ്ട വാല്യൂസ് നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ C++ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഒരു അറയിലേക്ക് 25 സ്റ്റുഡൻസിൻ്റെ നെയിം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അറേ ഡിക്ലെയർ ചെയ്യാൻ. അപ്പോൾ അത് ക്യാറാണ്, നെയിം ആയതുകൊണ്ട് ക്യാറാണ്. നമ്പർ ആണെങ്കിൽ ഇൻഡ് കൊടുത്തേനെ, ഇവിടെ 25 പേരാണ് അറയിൽ കൊടുക്കുന്നത്. അപ്പോൾ ക്യാറ് നെയിം എന്നിട്ട് 25 വാല്യൂസ് അപ്പോൾ അതിലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ എന്താണ് അറേ ട്രാവേഴ്സൽ, ഒരു തവണയെങ്കിലും എന്ത് ചെയ്യാണ്, ഒരു അറയിൽ ഒരു തവണയെങ്കിലും അറയിലെ ഓരോ എലമെൻറ്റും ആക്സസ് ചെയ്യുന്നതിനെയാണ് ഏതൊരു ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു അറയിലെ ഓരോ എലമെൻറ്റും ഒറ്റ തവണയെങ്കിലും അറ്റ്ലീസ്റ്റ് 1 ടൈമെങ്കിലും ആക്സസ് ചെയ്യുന്നതിനാണ് അറേ ട്രാവേഴ്സൽ എന്ന് പറയുന്നത്. 1 മാർക്കിന് ചോദിച്ചേക്കാം. അറേ എന്താണെന്നും അറേയുടെ ഇനീഷ്യലൈസേഷനും പ്രധാനപ്പെട്ടതാണ്, അത് പഠിക്കണം. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഗെറ്റ്സ് ആൻഡ് പുട്ട്സ്, 2 മാർക്കിന് ചോദിക്കുക. ഗെറ്റ്സ് ആൻഡ് പുട്ട്സ് ഫംഗ്ഷനെ പറ്റിയിട്ടും ദെൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് അത് ചോദിച്ചേക്കാം. പിന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് സ്ട്രിങ് ഫങ്ഷൻസ്, C++ലെ സ്ട്രിങ് ഫങ്ഷൻസ് 3 മാർക്കിന് ചോദിക്കും. strlen ലെങ്ത്, സ്ട്രിങ്ങിൻ്റെ ലെങ്ത് അറിയാൻ, strcpy ഒരു സ്ട്രിങ്ങിനെ മറ്റൊന്നിലേക്ക് കോപ്പി ചെയ്യാൻ, strcmp കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. CMPI എന്ന് പറയുന്നത് കേസ് നോക്കാതെ, അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ നോക്കാതെ ഇൻസെൻസിറ്റീവായിട്ട് അത് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. strcat എന്നിനെ 2 ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് ദെൻ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരുന്നത് ഇതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏതൊക്കെ ഫംഗ്ഷനാണ്. -25നെ 25 ആക്കാൻ, അതായത് ആബ്സല്യൂട്ട് വാല്യൂ ആക്കാൻ ABS, കമ്പ്യൂട്ടറിനെ അപ്പർ കേസിലേക്ക് ആക്കാൻ strcmpI, ദെൻ ഒരു ക്യാരക്ടർ ഡിജിറ്റ് ആണോ അല്ലയോ നോക്കാൻ ഈസ് ഡിജിറ്റ്, സ്മോൾ കേസിലുള്ളതിന് ലോവർ കേസിലുള്ളതിന് അപ്പർ കേസിലാക്കാൻ 2 അപ്പർ, സ്ക്വയർ റൂട്ട് കാണാൻ SQRT, അതൊക്കെ അറിയാമെന്ന് വിചാരിക്കണം, അതൊക്കെ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. പിന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, നമ്മളോടൊരു ഫംഗ്ഷൻ എഴുതാൻ പറയും. 2 ഇൻറ്റിജർ നമ്പേഴ്സിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൽ ലാർജസ്റ്റ് നമ്പർ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ ഒരു C++ കോഡ് എഴുതാൻ പറയും കേട്ടോ. അതെന്തായാലും പഠിച്ചിരിക്കണേ. പിന്നെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
കോൾ ബൈ മെത്തേഡും കോൾ ബൈ വാല്യൂ മെത്തേഡും കോൾ ബൈ റെഫറൻസ് മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. കോൾ ബൈ വാല്യൂ മെത്തേഡിൽ വേരിയബിൾസ്, കോൺസ്റ്റന്റ്, എക്സ്പ്രഷൻസ് ഇതൊക്കെയാണ് നമുക്ക് ആക്ച്വൽ ആർഗ്യുമെന്റ്സ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. പക്ഷേ കോൾ ബൈ റെഫറൻസ് അല്ല, റെഫറൻസ് ആയതുകൊണ്ട് വേരിയബിൾ മാത്രമേ നമുക്ക് ആക്ച്വൽ ആർഗ്യുമെന്റ് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആക്ച്വൽ ആർഗ്യുമെന്റ്സിന്റെ വാല്യൂസ് ഫോർമൽ ആർഗ്യുമെന്റ്സിലേക്ക് ഇതിൽ കോപ്പി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ വാല്യൂ അല്ല കോപ്പി ചെയ്യുന്നത്, മെമ്മറി അഡ്രസ് ആണ് കോപ്പി ചെയ്യുന്നത്. ദെൻ ഫോർമൽ ആർഗ്യുമെന്റ്സിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അത് ആക്ച്വൽ ആർഗ്യുമെന്റ്സിൽ ആ മാറ്റം വരാറില്ല, അത് റിഫ്ലക്ട് ചെയ്യാറില്ല ആ മാറ്റം. പക്ഷേ കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ ഫോർമൽ ആർഗ്യുമെന്റ്സിൽ എന്ത് മാറ്റം വരുത്തുന്നോ അത് ആക്ച്വൽ ആർഗ്യുമെന്റ്സിൽ റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. ലോക്കൽ വേരിയബിളും ഗ്ലോബൽ വേരിയബിളും തമ്മിലുള്ള ഡിഫറൻസും പഠിക്കണം കേട്ടോ. ലോക്കൽ വേരിയബിൾ എന്ന് വെച്ചാൽ ലോക്കലി യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രമേ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നുള്ളൂ എങ്കിൽ, ഫംഗ്ഷൻ്റെ ഔട്ട്സൈഡിലേക്കും ഡിക്ലെയർ ചെയ്യുന്നിട്ടെങ്കിലാണ് അത് ഗ്ലോബൽ വേരിയബിൾ ആകുന്നത്. അതിൻ്റെ ഉള്ളിൽ മാത്രം ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഗ്ലോബൽ വേരിയബിൾ ആ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് മാത്രം കഴിഞ്ഞാലാണ് അത് എക്സിറ്റ് ആകുള്ളൂ. ബട്ട് പ്രോഗ്രാം എക്സിക്യൂട്ട് കഴിഞ്ഞാൽ അത് എക്സിറ്റ് ആകും. പിന്നെ മോഡുലറൈസേഷൻ എന്താണ്? ഒരു പ്രോഗ്രാമിന്, വലിയ പ്രോഗ്രാമിന് കുഞ്ഞു കുഞ്ഞു പ്രോഗ്രാംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് മോഡുലറൈസേഷൻ, മോഡുലർ പ്രോഗ്രാമിംഗ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു മെറിറ്റ്സ് പഠിക്കണം. പ്രോഗ്രാമിൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റും, കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ പറ്റും, എറർ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്, നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോരോ പോർട്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ, HTTP ആണെങ്കിൽ 80, SMTPD ആണെങ്കിൽ 25, HTTPS ആണെങ്കിൽ 443, അത് പഠിക്കണേ. സ്റ്റാറ്റിക് വെബ് പേജും ഡൈനാമിക് വെബ് പേജും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. സ്റ്റാറ്റിക് വെബ് പേജിലെല്ലാം ഫിക്സഡാണ്, സ്റ്റാറ്റിക് ആണ്, കണ്ടന്റ് ലേഔട്ടൊക്കെ ഫിക്സഡാണ്. ഡൈനാമിക്കിൽ മാറിക്കൊണ്ടിരിക്കും. സ്റ്റാറ്റിക് വെബ് പേജ് വെബ് ബ്രൗസറിൽ റൺ ആകുന്നത്, ഇതെന്ന് പറയുന്നത് വെബ് ബ്രൗസറിൽ റൺ ആകും, അതിൽ ഡിസ്പ്ലേയും ചെയ്യും. സ്റ്റാറ്റിക്കിൽ ഡേറ്റാബേസ് യൂസ് ചെയ്യാറില്ല. പക്ഷേ ഡൈനാമിക്കിൽ നമ്മളിപ്പോൾ റിസൾട്ടൊക്കെ നോക്കാൻ നിങ്ങളോട് ഏത് വെബ് പേജ് നല്ലതെന്ന് ചോദിച്ചാൽ ഡൈനാമിക് ആണ്, അതിൽ ഡേറ്റാബേസ് യൂസ് ചെയ്യും. സ്റ്റാറ്റിക് വെബ് പേജ് ഡെവലപ്പ് ചെയ്യാൻ എളുപ്പമാണ്, ബട്ട് ഡൈനാമിക്കിന് പ്രോഗ്രാമിംഗ് സ്കിൽസൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ അത് വെബ് ബ്രൗസറിൽ റൺ ചെയ്യുന്നു, സെർവർ സൈഡും വെബ് ബ്രൗസറിൽ തന്നെ റൺ ചെയ്യുന്നത്. ദെൻ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യുന്നത് ഫോം വാലിഡേഷനും ചെറിയ ചെറിയ സിമ്പിൾ കാൽക്കുലേഷനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇത് മെയിനായിട്ട് ആ ഡാറ്റാബേസുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിന് വേണ്ടിയിട്ടാണ്. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുമ്പോൾ യൂസറിന് എന്ത് ചെയ്യാൻ പറ്റും, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ സെർവർ സൈഡ് അത് പറ്റില്ല. ദെൻ വെബ് ബ്രൗസർ വേർഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് അങ്ങനെ വെബ് ബ്രൗസറിൻ്റെ വേർഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ HTML ടാഗുകൾ, അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ വരുന്നില്ലേ, ബോഡി, BG, കളർ, അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. ആട്രിബ്യൂട്ട്സ് ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ ഇത് ചോദിക്കാറുണ്ട്, അതായത് HTML സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും 2 മാർക്കിന്. സ്ക്രിപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും 2 മെത്തേഡ്. ഹെഡ് സെക്ഷനിൽ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ബോഡി സെക്ഷനിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പ്രധാനപ്പെട്ടതാണ് അത്. എന്നിട്ട് ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഡിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ABCD 4ാമത്തെ വാല്യൂ ആണ് സ്റ്റാർട്ട് ആകുന്നത്. എന്നിട്ട് ടൈപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ABCD എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഓർഡർ ലിസ്റ്റ് പോകുന്നത്. അപ്പോൾ ഓർഡർ ലിസ്റ്റിൽ ടാഗ് വരുന്നത് സ്റ്റാർട്ട് ഈക്വൽ 4, ടൈപ്പ് ഈക്വൽ A ആണ് നമുക്കിവിടെ ആൻസർ വരുന്നത് കേട്ടോ. പിന്നെ HTML ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ്, ബോർഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് BG കളർ, ബാക്ക്ഗ്രൗണ്ട് കളറിന് ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് കൊടുക്കാൻ ബാക്ക്ഗ്രൗണ്ട്, സെൽ സ്പേസിങ്, സെൽസ് തമ്മിലുള്ള സ്പേസും സെൽ പാഡിങ്, ആ ഒരു ബോർഡറും കണ്ടന്റും തമ്മിലുള്ള സ്പേസിങ്ങിനും വേണ്ടിയിട്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇതേപോലെയൊക്കെ ഉള്ള ഒരു ഫോം ഡിസ്പ്ലേ ചെയ്യാനുള്ള HTML കോഡ് മേ ബി ചോദിച്ചേക്കാം. പിന്നെ നമ്മൾ HTML ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ടാഗാണ് യൂസ് ചെയ്യുന്നത്, അതിൽ HREF എന്ന ആട്രിബ്യൂട്ടാട്ടോ യൂസ് ചെയ്യുന്നത്, അത് ഓർത്തിരിക്കാം. പിന്നെ ഇതെന്തായാലും വളരെ പ്രധാനപ്പെട്ടത്, നമുക്ക് ഇങ്ങനൊരു ബോക്സ് തന്നിട്ട് HTML കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ആദ്യത്തേത് മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ടേബിൾ ബോർഡർ 1 കൊടുക്കുക. ആദ്യത്തെ ടേബിൾ റോ, ഓക്കെ, ടേബിൾ റോ ആണ്. ടേബിൾ റോയിൽ ടേബിൾ ഹെഡിങ്, ടേബിൾ ഹെഡിങ് റോൾ നമ്പർ, ടേബിൾ ഹെഡിങ് ക്ലോസ് ചെയ്തു. അടുത്ത ടേബിൾ ഹെഡിങ് നെയിമാണ്, അത് ക്ലോസ് ചെയ്തു. അടുത്ത ടേബിൾ ഹെഡിങ് ക്ലാസ് ആണ്, അത് ക്ലോസ് ചെയ്തു. പിന്നെ ആ ടേബിൾ റോ തീർന്നു, ആ ടേബിൾ റോ ക്ലോസ് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ടേബിൾ റോ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ടേബിൾ റോ ടാഗ് പിന്നെയും TR ടാഗ് ഓപ്പൺ ചെയ്തു. അതിൽ ടേബിൾ ഹെഡിങ് അല്ല, ടേബിൾ ഡേറ്റയാണ്, ബാക്കിയൊക്കെ ഡേറ്റയല്ല. ഇപ്പോൾ ടേബിൾ ഡേറ്റയുടെ ഉള്ളിൽ 100 കൊടുത്തു, അത് ക്ലോസ് ചെയ്തു. അടുത്ത ടേബിൾ ഡേറ്റയുടെ ഉള്ളിൽ വിഷ്ണു കൊടുത്തു, ക്ലോസ് ചെയ്തു. അടുത്ത ടേബിൾ ഡേറ്റയുടെ ഉള്ളിൽ C1 കൊടുത്തു, അത് ക്ലോസ് ചെയ്തു. ആ ടേബിൾ റോയും ക്ലോസ് ചെയ്തു. പിന്നെ അടുത്ത റോയാണ്, അപ്പോൾ TR എന്ന് പറഞ്ഞാൽ പിന്നെയും തുടങ്ങുക. അതിലും ടേബിൾ ഡേറ്റ തന്നെയാണ്. ടേബിൾ ഡേറ്റ TDയുടെ ഉള്ളിൽ 101, TDയുടെ ഉള്ളിൽ അനുപമ, TDയുടെ ഉള്ളിൽ C2, അങ്ങനെ എഴുതി പോകാം കേട്ടോ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ
ആറും സി എന്തിനാ യൂസ് ചെയ്യുന്നത്? ആർ എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്കും സി എന്ന് പറഞ്ഞാൽ കോപ്പിറൈറ്റിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ വേണ്ട ടാഗുകൾ ഇത് 1, 2, 3 അല്ലേ, ഓർഡേർഡ് ലിസ്റ്റാണ് നമുക്ക് വേണ്ടത്. ടൈപ്പ് ഈക്വൽ 1 ആണ് കൊടുക്കേണ്ടത്. ഇത് അൺഓർഡേർഡാണ്, ഇതിന് പ്രത്യേകിച്ച് ഓർഡർ ഇല്ല. ആൻഡ് ടൈപ്പ് ഈക്വൽ എന്ത് കൊടുക്കണം? സ്ക്വയറാണ് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ഈ സ്ക്വയർ കിട്ടുന്നത് കേട്ടോ. പിന്നെ HTML 2 ടൈപ്പ് ലിസ്റ്റിനെ പറ്റിയിട്ട് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ HTML ഇൻപുട്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ്, ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ, പാസ്വേഡ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ, റേഡിയോ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ റേഡിയോയും, ചെക്ക് ബോക്സ് ക്രിയേറ്റ് ചെയ്യാൻ ചെക്ക് ബോക്സ് ടാഗും ഉണ്ട്, ആട്രിബ്യൂട്ടും ഉണ്ട് കേട്ടോ. പിന്നെ ടേബിളിൻ്റെ കുറച്ച് ആട്രിബ്യൂട്ട്സ് ചോദിക്കും. ജാവാസ്ക്രിപ്റ്റിലെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ടല്ലോ, അത് നോക്കണം. അതേപോലെ തന്നെ അതിലെ ഡേറ്റ ടൈപ്സ്, നമ്പർ ഉണ്ട്, സ്ട്രിങ് ഉണ്ട്, ബൂളിയൻ ഉണ്ട്. ബൂളിയൻ എന്ന് വെച്ചാൽ യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള ട്രൂ ഓർ ഫാൾസ് വാല്യൂ മാത്രമേ അത് തരുള്ളൂ. നമ്പേഴ്സ് കൊടുക്കാൻ നമുക്കതിൽ, സ്ട്രിങ്ങിൽ നമുക്ക് എല്ലാ ക്യാരക്ടേഴ്സും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹോസ്റ്റിംഗ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗ് ഇല്ലേ, ഷെയർഡ് ഉണ്ട്, ഒന്നിലധികം പേർക്ക് ഷെയർ ചെയ്യുന്നത്, ഡെഡിക്കേറ്റഡ് ഒരു കസ്റ്റമർക്ക് മാത്രമായിട്ടുള്ളത്, പിന്നെ വിർച്വലി എന്താ ചെയ്യുക ഡിവൈഡ് ചെയ്തിട്ടുള്ളത് വിർച്വൽ പ്രൈവറ്റ് സെർവർ, അത് പഠിക്കണം. പിന്നെ എന്താണ് റെസ്പോൺസീവ് വെബ് പേജ് എന്നുള്ളത് 3 മാർക്കിന് ചോദിക്കും. റെസ്പോൺസീവ് വെബ് പേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ അല്ലെങ്കിൽ നമ്മുടെ ടാബ്, ആ ഡിവൈസസ് മാറുന്നതിനനുസരിച്ച് വെബ് ഡിസൈൻ മാറണം, ഓട്ടോമാറ്റിക്കലി അതിനോട് റെസ്പോണ്ട് ചെയ്യണം. അതാണ് റെസ്പോൺസീവ് വെബ് പേജ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് DBMSൻ്റെ അഡ്വാൻറ്റേജ്, ഡേറ്റ റിഡൻഡൻസി കൺട്രോൾ ചെയ്യുക, അതായത് മൾട്ടിപ്ലിക്കേഷൻ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ഡേറ്റ കൺസിസ്റ്റൻസിക്ക് ഹെൽപ്പ് ചെയ്യും, എഫിഷ്യൻ്റ്ലി ഡേറ്റ നമുക്ക് വളരെ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റും, ഡേറ്റ കറക്റ്റ് ആയിരിക്കും, ഇൻ്റഗ്രിറ്റി ഉണ്ടാകും, പലതരത്തിലുള്ള സെക്യൂരിറ്റി, നമുക്ക് പാസ്വേഡ് കൊടുത്ത് ഡേറ്റയ്ക്ക് സെക്യൂരിറ്റി ഉറപ്പ് വരുത്താം, മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് ആൻഡ് യൂസേഴ്സിന് നമുക്ക് ഡേറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, പിന്നെ ഡേറ്റ റിട്രീവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനൊക്കെ എളുപ്പമാണ്, റിക്കവറി എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. ഹാർഡ്വെയർ ഫെയിലിയർ, നമ്മുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിയാലും DBMS ഉണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ റിക്കവർ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ദെൻ ഡേറ്റാബേസ് യൂസേഴ്സിനെ പറ്റിയിട്ട് 4 മാർക്കിനൊക്കെ മേ ബി ചോദിച്ചേക്കാം. DBA ഉണ്ട്, ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, അതായത് ആ ഡേറ്റാബേസിൻ്റെ സെൻട്രൽ കൺട്രോൾ അയാൾക്കാണ് ഉള്ളത്. പിന്നെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ട്, അതായത് ഇതിലേക്ക് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് യൂസ് ചെയ്ത് ഡേറ്റാബേസ് യൂസ് ചെയ്യുന്ന ആളാണ്. സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ് എന്ന് വെച്ചാൽ ക്വറി, നമ്മൾ പഠിച്ചിട്ടില്ലേ ക്വറികൾ, പലതരത്തിലുള്ള ക്വറികൾ കൊടുത്ത് ഡേറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നവരാണ് സൊഫിസ്റ്റിക്കേറ്റഡ് യൂസേഴ്സ്. നേവി യൂസേഴ്സ് ഉണ്ട്. നേവി യൂസേഴ്സ് എന്ന് വെച്ചാൽ ഇവർക്ക് അതിനെ പറ്റിയിട്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പാടുണ്ടാവില്ല, നേരത്തെ ഓൾറെഡി എഴുതി വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ നോക്കിയിട്ടാണ് ഇവർ ഡേറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. എന്താണ് കാർഡിനാലിറ്റി? കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ റിലേഷൻ എന്ന് വെച്ചാൽ എന്താ, ഒരു ടേബിളിലുള്ള നമ്പർ ഓഫ് റോസ് ആണ് കാർഡിനാലിറ്റി. സ്കീം എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റാബേസിൻ്റെ ഒരു ഓവറോൾ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ ഡിസൈൻ ആണ്. ദെൻ ഓൾട്ടർനേറ്റീവ് കീ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രൈമറി കീ അല്ലാത്ത കാൻഡിഡേറ്റ് കീസ് ആണ് ഓൾട്ടർനേറ്റീവ് കീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് പ്രധാനപ്പെട്ടത് ഡേറ്റ അബ്സ്ട്രാക്ഷൻ, ഫിസിക്കൽ ലെവലിലുണ്ട്, ഇവിടെ ഡേറ്റ എങ്ങനെ സ്റ്റോർ ചെയ്തേക്കുന്നത് നമുക്ക് മനസ്സിലാകും. ലോജിക്കൽ ലെവലിൽ എന്ത് ഡേറ്റയാണ് സ്റ്റോർ ചെയ്തേക്കുന്നുള്ളതാണ് അതിലുള്ള. വ്യൂ ലെവലിൽ ജസ്റ്റ് നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഒരു വ്യൂ മാത്രമേ കിട്ടുള്ളൂ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റിലേഷണൽ ഓൾജിബ്രയിലെ യൂണിയൻ ഓപ്പറേറ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്? 2 റിലേഷനിലെ എല്ലാ വാല്യൂസും നമുക്ക് കിട്ടാൻ വേണ്ടി, ടപ്പിൾസ് എല്ലാം റിട്ടേൺ ചെയ്യാൻ. ഇൻ്റർസെക്ഷൻ ഉണ്ട്, അത് ഇതിനാണ് യൂസ് ചെയ്യുന്നത്. ദെൻ അത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? 2 റിലേഷനിലുള്ള ടപ്പിൾസ് മാത്രം, ഇത് എല്ലാ ടപ്പിൾസും തരും. ഇൻ്റർസെക്ഷൻ കൊടുക്കുമ്പോൾ 2ലും കൂടിയുള്ള ടപ്പിൾ മാത്രമേ തരുള്ളൂ. സെറ്റ് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റിലുണ്ട്, എന്നാൽ സെക്കൻഡിൽ ഇല്ലാത്ത ടപ്പിൾസ് മാത്രം നമുക്ക് റിട്ടേൺ ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ കാൻഡിഡേറ്റ് കീ, ദെൻ പിന്നെ അതേപോലെ തന്നെ കൺസ്ട്രെയിൻസ് പഠിക്കണം, 4 കോളം കൺസ്ട്രെയിൻസ് പഠിക്കണം. പിന്നെ SQL ക്വറീസ് എഴുതാൻ പഠിക്കണം കേട്ടോ. ക്വറീസ് എഴുതാൻ എന്തായാലും നമുക്കൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ ഏകദേശം ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോയിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. വീഡിയോ ഹെൽപ്ഫുൾ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.